ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗം 1ാമത്തെ യൂണിറ്റാണ്. ദുലാരെ പൽ. ദുലാരെ പൽ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നാണ് അർത്ഥം. ഈ ഒരു യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അടിപൊളി പിക്ചർ കാണുന്നുണ്ട്. ആ പിക്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? നല്ല പൂന്തോട്ടം ഉണ്ടല്ലേ, ഒരുപാട് ചെടികളും അതുപോലെ തന്നെ പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു പൂന്തോട്ടമുണ്ട്. പിന്നെ പൂമ്പാറ്റകളുണ്ട്, തേന് കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന പൂമ്പാറ്റകളുണ്ട്, തുമ്പികളുണ്ട്, അതുപോലെ തന്നെ പക്ഷികൾ പറന്നു പോകുന്നുണ്ട്. പക്ഷികൾ അതിൽ കാണുന്നത് തത്തകളാണല്ലേ, കുറച്ച് തത്തകൾ, ഒരു കൂട്ടം തത്തകൾ പറന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മലഞ്ചെരുവിൽ സൂര്യൻ ഉദിച്ച് വരുന്നൊരു ദൃശ്യം, ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ നേരെ ഇനി അടുത്ത പേജിലേക്ക് പോവാം. ചാപ്റ്റർ 1. ധൂപ് ആ ഗയി. സൂര്യപ്രകാശം വന്നു. പ്രയാഗ് ശുക്ല എന്ന് പറയുന്ന കവിയുടെ ഒരു ചെറിയൊരു കവിതയാണ് ധൂപ് ആ ഗയി എന്ന് പറയുന്നത്. നമുക്കിനി കവിതയിലോട്ട് പോവാം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹ്കി, കലിയാം ക്യാരി ക്യാരി മഹ്കി, കലിയാം ഇത്തനി സാരി മഹ്കി, ഹവാ ബഹ് രഹി ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, ഫുദക് ഫുദക് കർവേ ബി ചഹക്കി. ഇത്രയും ലൈൻസ് മാത്രമുള്ള ഒരു ചെറിയൊരു കവിതയാണ് ധൂപ് ആ ഗയി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ അർത്ഥം വെച്ചിട്ട് നോക്കാം. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി. അതിരാവിലെ തന്നെ സൂര്യപ്രകാശം വന്നു. കലിയാം പ്യാരി പ്യാരി മഹക്കി. പ്രിയപ്പെട്ട മുട്ടുകൾ, പൂമുട്ടുകൾ. കലിയാം എന്ന് വെച്ചാൽ പൂമുട്ടുകൾ എന്നാണ് അർത്ഥം. പൂമുട്ടുകൾ, പ്രിയപ്പെട്ട പൂമുട്ടുകൾ മണക്കുന്നു. മഹക്കി, മണക്കുന്നു. കലിയാം ക്യാരി ക്യാരി മഹക്കി. പ്രിയപ്പെട്ട പൂമുട്ടുകൾ മണക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ ഈ ക്യാരി എന്ന് പറയുന്നത് വാക്കർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഇപ്പം വിത്തുകളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു തടം പോലെ കിട്ടുമല്ലോ, വരമ്പ് കെട്ടുക, അങ്ങനെയൊക്കെ പറയുന്നതിനാണ് ക്യാരി എന്ന് പറയുന്നത്. കലിയാം ഇത്തനി സാരി മഹക്കി. പൂമുട്ടുകൾക്ക് ഇത്രയും നല്ല മണം. ഹവ ബഹ്രഹി ടണ്ടി ടണ്ടി. നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഘൂമ് രഹി വഹ് ബഹക്കി ബഹക്കി. കാറ്റ് വഴിതെറ്റി കറങ്ങി നടക്കുകയാണ്. ഉടുത്തി ഉടുത്തി ആയി ചിടിയ. പറന്നു വരുന്ന പക്ഷികൾ. ഫുദക് ഫുദക് കർ വേബി ചഹക്കി. പക്ഷികൾ ചിലച്ച് ചിലച്ചുകൊണ്ട് ഒച്ചയിടുകയാണ്, ബഹളം വയ്ക്കുകയാണ്. ഇത്രയും മാത്രമേ നമ്മുടെ ആ ഒരു പാഠഭാഗത്തിലുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസിലോട്ട് പോവാം. 12ാമത്തെ പേജ്. രംഗ് ഭരേ, നിറം നൽകൂ. താഴെ 2 പിക്ചർ കാണുന്നുണ്ട്. ഒരു പൂമുട്ടിൻ്റെ പിക്ചറും അതുപോലെ തന്നെ ഒരു പക്ഷിയുടെ പിക്ചറും കാണുന്നുണ്ട് അല്ലേ. ഇതിന് രണ്ടിനെയും കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ 4 കളർ കാണുന്നുണ്ട്. ആ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. യഹ് കലി ഹേ. ഈ പൂമുട്ടിൻ്റെ താഴെ നമുക്ക് കാണാം യഹ് കലി ഹേ. ഇത് പൂമുട്ടാണ്. കലി, പൂമുട്ട്. നേരത്തെ പറഞ്ഞു പൂമുട്ട് എന്ന് പറഞ്ഞാൽ കലി എന്ന് പറയുന്നത് പൂമുട്ട് എന്നാണ് അർത്ഥം. പിന്നെ അടുത്തത് യഹ് ചിടിയ ഹേ. ഇത് പക്ഷിയാണ്. ചിടിയ, പക്ഷി. പക്ഷിക്ക് ചിടിയ എന്നാണ് പറയുന്നത്. താഴെ നൽകിയിരിക്കുന്ന കളേഴ്സ് നോക്കുക. ചുവപ്പ്, പച്ച, കറുപ്പ്, നീല. ഈ 4 കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നോക്കുന്നത്. ചുവപ്പിന് ലാൽ, പച്ച ഹര, കാല കറുപ്പ്, നീല നീല. ഇനി അടുത്ത പേജിൽ ശബ്ദ പഹചാനേം കവിത മേം രേഖാങ്കിത് കരേ. വാക്കുകൾ മനസ്സിലാക്കൂ, അല്ലെങ്കിൽ തിരിച്ചറിയൂ. എന്നിട്ട് കവിതയിൽ ഈ പറയാൻ പോകുന്ന വാക്കുകൾ അടിവരയിടൂ എന്നാണ് പറയുന്നത്. കലിയാം, പൂമുട്ട്, അതിന് അടിവരയിടുക. ക്യാരി, പൂത്തടം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ ചെറിയൊരു വരമ്പൊക്കെ കിട്ടുന്നത് പോലെയുള്ള, അതിനെയാണ് ക്യാരി എന്ന് പറയുന്നത്.
ഹവ കാറ്റ്, ചിടിയ പക്ഷികൾ, ധൂപ്പ് സൂര്യപ്രകാശം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമുക്ക് ഇനി അടുത്ത പാഠവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.